മരണത്തിന് ശേഷം ജീവിതമുണ്ടോ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമുക്ക് പലതരത്തിലുള്ള ഉത്തരം പറയാം. ഉണ്ടെന്നോ ഇല്ലാന്നോ അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഉണ്ടെന്ന് ഒരു പൊസിഷൻ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അതിനെ നമുക്ക് ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ പലതും ചെയ്യാം. അതിന്റെ പല പോയിന്റ്സും പലരും പറയാറുണ്ട്. പക്ഷെ ഇങ്ങനൊരു ചോദ്യം നമ്മളെ നമ്മുടെ രവിചന്ദ്രന്റെ മുമ്പിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും അദ്ദേഹം എടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനോടുള്ള റെസ്പോൺസ്. എല്ലാത്തിനും നമുക്ക് ഉത്തരവുണ്ടോ? എല്ലാത്തിനും നമുക്ക് ഉത്തരവില്ല. എല്ലാത്തിനും നമുക്ക് ഉത്തരം ആവശ്യവുമില്ല. മനസ്സിലായില്ലേ? ഉദാഹരണമായിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. മരണത്തിന് ശേഷം നമ്മുടെ ജീവൻ എന്ത് സംഭവിക്കുന്നു? ഇതൊരു ചോദ്യമാണ്. അതിന് ഉത്തരം ആവശ്യമുണ്ടോ? ഒരു ചോദ്യമാണ്. അതൊരു ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ആവശ്യമില്ല, ഒരു ചോദ്യമാണ്. അതെ, മരണശേഷം ജീവിതം ഉണ്ടോ? അത് ഒരു ചോദ്യമാണ്. അപ്പൊ ഉത്തരം ആവശ്യമുണ്ടോ? ഉത്തരം ആവശ്യമില്ല. ഉത്തരം ആവശ്യമില്ല. അല്ല, ഉത്തരമാണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞൂടെ? അങ്ങനല്ല, ഉത്തരം ആവശ്യമില്ല. ആയിക്കോട്ടെ, നോക്കാം എന്താ സംഭവം നോക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിലാണ് സംഭവിക്കുന്നതെന്ന് പറയേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാം. കാരണം ഞാൻ ഇവിടെ ഉള്ളതാണ്. മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ ചോദ്യം അത് വാലിഡ് ആയിട്ടുള്ള ചോദ്യം അല്ല. മുപ്പര അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്താണെന്നുള്ള ചോദ്യം ചോദിക്കാം. കാരണം എന്താ, മുപ്പര അവിടെ ഉണ്ട്, ഇവിടെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ ശേഷം എന്ത് സംഭവിച്ചോ ചോദ്യം ചോദിക്കാം. മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചോ ചോദ്യം ചോദിക്കാൻ പാടില്ല. ഉത്തരം ആവശ്യമില്ല. ചോദ്യമേ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. എന്താ കാരണം? മരണം ഇല്ലല്ലോ, മരണത്തിന് മുമ്പ് ആളില്ലല്ലോ, മരണം സംഭവിക്കുന്നില്ലല്ലോ, മരണത്തിന് ശേഷം എന്ന് പറഞ്ഞ അവസ്ഥ അല്ലല്ലോ. എന്താണ് ഇയാളെ ലോജിക്ക്? ഇനി അങ്ങനെ എന്ത് സംഭവിക്കുന്നു ഇൻവാലിഡ് ആയിട്ട് ഒരു ചോദ്യത്തിന്റെ ഉത്തരം അറിയേണ്ട കാര്യമില്ല. അതേപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? അപ്പം മൂപ്പരെ പറയാൻ ശ്രമിക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അതായത് മരണത്തിന് ശേഷം ഒന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. മരണത്തിന് ശേഷം ഒന്നും ഇല്ലല്ലോ. മരണത്തിന് ശേഷം ഒന്നും ഇല്ല, പിന്നെ മരണത്തിന് ശേഷം ജീവിതം ഉണ്ടോ എന്നുള്ള ചോദ്യം ഇല്ലല്ലോ. മരണത്തിന് ശേഷം ഒന്നും ഇല്ലാത്തതുകൊണ്ട് മരണത്തിന് ശേഷം ജീവിതം ഇല്ലല്ലോ അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത് ഇൻവാലിഡ് ആയതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷം ജീവിതം ഉണ്ടോ എന്ന് ചോദിക്കാൻ പാടുണ്ടോ? അപ്പം മരണത്തിന് ശേഷം ജീവിതം ഇല്ല, അതുകൊണ്ട് മരണത്തിന് ശേഷം ജീവിതം ഉണ്ടോ ഇല്ലെന്ന് ചോദിക്കാൻ പാടില്ല. ഇതാണ് രവിചന്ദ്രൻ ലോജിക്. അപ്പം ഇതിൽ സംഭവിക്കുന്നത് വെച്ചാല് ഇയാൾക്ക് ഈ പൊസിഷൻ എടുക്കട്ടോ, അത് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത്, മരണത്തിന് ശേഷം ജീവിതം ഇല്ല അല്ലെങ്കിൽ ഒന്നുമില്ല, അതുകൊണ്ട് കംപ്ലീറ്റ്ലി അവിടെ ക്ലോസ് ചെയ്യാണെന്നുള്ള ഒരു പൊസിഷൻ എടുക്കാം. അയാൾക്ക് എന്ത് ചെയ്യാം, അയാളുടേതായ ലോജിക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ ജീവൻ എന്ന് പറയുന്നത് ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം വേറൊരു ആത്മാവ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ആത്മാവ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതോടുകൂടി ഭൗതികവാദ ലോകവീക്ഷണത്തിൽ അതോട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിശദീകരിക്കാം. അതുകൊണ്ട് തന്നെ മരണം എന്നുള്ളത് എല്ലാത്തിന്റെയും ഏറ്റവും അവസാനമാണ്, അതിനുശേഷം യാതൊന്നുമില്ല എന്ന് പറയാം. ഭൗതികമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഭൗതികമായിട്ടുള്ള ജീവൻ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ജീവൻ ഇല്ലല്ലോ, സെല്ലില് ആത്മാവ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലല്ലോ. ആത്മാവ് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് ഇവർക്ക് അത് ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. ആത്മാവ് ഇല്ലല്ലോ, അപ്പോ ജീവനാണല്ലോ, അപ്പോ മറ്റേ ലിവിങ് സെൽസ് ആർ നോട്ട് ലിവിങ്, അപ്പൊ ഇനി ഒന്നുമില്ല, മൊത്തം കഴിഞ്ഞു എന്ന് ആ ഒരു തരത്തിൽ പറയാം. അങ്ങനെ പറയാം. അത് ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം ഇയാൾ എടുക്കുന്ന പൊസിഷൻ എന്താ വെച്ചാൽ, ഇയാളുടെ ഭൗതികവാദ ലോകക്ഷണത്തിൽ എന്തില്ല, മരണത്തിന് ശേഷം ജീവിതമില്ല. മരണത്തിന് ശേഷം ജീവിതം ഇല്ല എന്നുള്ളതാണ് ഭൗതികവാദ ലോകവീക്ഷണം എന്നുള്ളത് കൊണ്ട് മരണത്തിന് ശേഷം ജീവിതം ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെ പാടില്ല. അത് ഇയാൾ ഡിഫോൾട്ട് ആയിട്ട് വെക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ് ശരിക്കും ശരി. എല്ലാവരും മനസ്സിലാക്കേണ്ട ശരിയും അതാണ്. ആ മരണത്തിന് ശേഷം ജീവിതം ഇല്ല, അതാണ് ഡിഫോൾട്ട് പൊസിഷൻ. എല്ലാവരും ബേസിക് ആയിട്ട് അങ്ങനെ ഡിഫോൾട്ട് പൊസിഷൻ ആണ്, മരണത്തിന് ശേഷം ജീവിതം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചോദിച്ചു വരുന്നതാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഇതൊരു തരത്തിലുള്ളൊരു ഇയാളൊരു ഇല്യൂഷനിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇയാൾ ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ടാവും. പക്ഷെ അതാണ് ഡിഫോൾട്ട് എന്നും അതിനപ്പുറത്തേക്ക് ചോദിക്കുന്നത് ഇൻവാലിഡ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു ബോധത്തിലേക്ക് ഇയാൾ പോയിട്ടുണ്ടെങ്കിൽ കാര്യമായി ഒന്ന് നമ്മളെ എസൻസിന്റെ ഭാരവാഹികളൊക്കെ പറയാണ്, കുറച്ച് കുറച്ച് പിരിവെടുത്തിട്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കണം. കാരണം ഇത് നമ്മളോട് ഇതേപോലെ നമ്മളൊന്ന് ഒരു ഉദാഹരണം പറയട്ടോ, ഇതേ പൊസിഷൻ ബാക്കിയുള്ളവരും കൂടി എടുത്താൽ എന്താ സംഭവിക്കുക? ഇപ്പൊ ഞങ്ങൾ മതവിശ്വാസികളാണ്. ഞങ്ങൾ മരണത്തിന് ശേഷം ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഓക്കെ, ഞങ്ങൾക്ക് അതിൻ്റെതായ കുറെ ന്യായങ്ങളും കുറെ കാര്യങ്ങളും നമുക്കും പറയാനുണ്ടാവും. നേരത്തെ ഭൗതികവാദ ലോകക്ഷണത്തിൽ ഇല്ല എന്ന് പറയാൻ കാരണമുള്ളതുപോലെ ഉണ്ട് എന്ന് പറയാനുള്ള കാരണങ്ങൾ, പിന്നെ ആത്മാവ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഈ ഭൗതിക പദാർത്ഥങ്ങൾ അപ്പുറത്താണ് ജീവൻ കോൺഷ്യസ്നെസ്, അത് വിശദീകരിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വേറെ കുറെ കാര്യങ്ങൾ മതവിശ്വാസികൾക്ക് പറയാനുണ്ടാവും. പക്ഷെ അതൊന്നും പറയാതെ ഞങ്ങൾ പറയാണെന്ത്, മരണത്തിന് ശേഷം ജീവിതമുണ്ട്. ഓക്കെ,
മരണശേഷം ജീവിതം ഉണ്ട് കേട്ടോ. ഇനി സമത എന്നോട് ചോദിക്കും മരണശേഷം ജീവിതം ഉണ്ടോ, മരണശേഷം ജീവിതം ഉണ്ടോ? അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമല്ലല്ലോ. ഉണ്ടല്ലോ. മരണശേഷം ജീവിതം ഉണ്ടല്ലോ, അപ്പൊ മരണശേഷം ജീവിതം ഉണ്ടോ എന്നുള്ള ചോദ്യം ഇൻവാലിഡ് ക്വസ്റ്റൻ അല്ലേ? അപ്പൊ അത് ചോദിക്കാൻ പാടില്ല. എന്റെ ചോദ്യം തെറ്റാണോ? ചോദ്യം തെറ്റാണ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം എന്താ, മരണത്തിന് ശേഷം ജീവിതം ഉണ്ട്, എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് മരണത്തിന് ശേഷം ജീവിതം ഉണ്ടോന്ന് ചോദിക്കാൻ പാടില്ല. ചോദ്യമേ ഇനി മേലാൽ അങ്ങനെ ചോദ്യം ചോദിക്കരുത് കേട്ടോ. കാരണം അത് ഇൻവാലിഡ് ക്വസ്റ്റൻ ആണ്. കാരണം എന്റേതാണ് ഡിഫോൾട്ട് പൊസിഷൻ. ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ എല്ലാവരും എല്ലാ കാര്യത്തിലും ഇതേപോലെ ഡിഫോൾട്ട് പൊസിഷനാണ്, അതുകൊണ്ട് അപ്പുറത്തേക്കുള്ളതൊക്കെ ഇൻവാലിഡ് ക്വസ്റ്റൻ ആണെന്ന് പറയുകയാണെങ്കിൽ ലോകത്ത് ഡിബേറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം, ഡിസ്കഷൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. കാരണം എല്ലാം ഓരോരുത്തരുടേത് ഡിഫോൾട്ട് പൊസിഷൻ ആണ്, അതിന്റെ അപ്പുറത്തേക്കുള്ള ചോദ്യമൊക്കെ ഇൻവാലിഡ് ക്വസ്റ്റൻ ആണ്. വാവ്. ഇതിനൊപ്പം വേറൊരു സാധനം കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു, ജീവിതത്തിന്റെ അർത്ഥം കൂടെ പറയുന്നുണ്ട്. പലരും ചോദിക്കും എന്താണ് ജീവിതത്തിന്റെ അർത്ഥം, എന്താ ജീവിതത്തിന്റെ അർത്ഥം? എന്തർത്ഥം? നമ്മൾ എന്താർത്ഥം കൊടുക്കുന്നു അതാണ് അതിന്റെ അർത്ഥം. അല്ല, പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. ഇന്നത്തെ ഒരാൾ ജീവിക്കുന്ന ഒരു അർത്ഥമല്ല ഗുഹാമനുഷ്യനുണ്ടായിരുന്നത്. അപ്പൊ മൂപ്പര് ഇതാണ് ഒരു ഡിഫോൾട്ട് ജീവിതത്തിന് അർത്ഥമില്ല, ജീവിതത്തിന് അർത്ഥമില്ല എന്നുള്ള മൂപ്പര് മുന്നേ തീരുമാനിച്ചു. ഇനി അത് ചോദിക്കണ്ട, ഇനി ഓരോരുത്തർക്കും ഓരോരുത്തർ അർത്ഥം കൊടുക്കാം. ആ ഒരു പൊതുവായിട്ട് ജീവിതം എന്ന് പറയുന്ന ഒരു പ്രക്രിയക്ക് പൊതുവായ ഒരു അർത്ഥം കൽപ്പിക്കാം. അഥവാ ആ പ്രക്രിയയുടെ അർത്ഥം എന്ന് പറയുന്നത് പുറത്തായിരിക്കുമല്ലോ, ആ അർത്ഥം കൽപ്പിക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പോൾ നമ്മൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഡിബേറ്റ് ആണെന്ന് വിചാരിച്ചോ. സി എന്ന് പേരുള്ള ഒരു ബസ്, ആ ബസ് ലാസ്റ്റ് ബസ്സാണോ അതോ അത് കഴിഞ്ഞിട്ട് വേറെ ബസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഡിബേറ്റ്. അപ്പോൾ നമ്മൾ കുറേ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ബാസിലിക്കൻ്റെ അഭിപ്രായം സി ലാസ്റ്റ്, സീൻ്റെ ശേഷം ഒരു ബസ്സില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം, സിക്ക് ശേഷം ഒരു ബസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം സിക്ക് ശേഷം ബസ് വരാൻ ഉള്ള ഒരുപാട് തെളിവുകളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ എൻ്റെ വാദം കഴിഞ്ഞിട്ടാണ്. ബാസിലിക്ക ഞാൻ സീനെ വിളിക്കുന്നത്, നിങ്ങൾ സീനെ ലാസ്റ്റ് ബസ്സിനാണ് വിളിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് ബസ്സിനാക്കി നിങ്ങൾ ആർഗ്യുമെന്റ് വെക്കാണ്. ലാസ്റ്റ് ബസ്സിന് ശേഷം ബസ് ഉണ്ടാവോ, ലാസ്റ്റ് ബസ്സിന് ശേഷം ബസ് ഉണ്ടാവില്ലോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാണുക? സി എന്ന് പറയുന്നത് ലാസ്റ്റ് ബസ് ആണല്ലോ മുപ്പര് ഒപ്പീനിയൻ ആണ്. അത് ലാസ്റ്റ് ബസ്സാണ് തെളിയിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് മുപ്പര്? അത് ലാസ്റ്റ് ബസ്സാണ് സ്ഥാപിച്ച അർത്ഥത്തിലുള്ള വാർത്തയാണ് പറയേണ്ടത്. ഞാൻ തന്ന തെളിവുകൾ എന്ത് ചെയ്യണം? നെഗേറ്റ് ചെയ്യണം. മറ്റെന്ത് ചെയ്യാണ്? മരണമാണല്ലോ എൻഡ്, മരണമാണല്ലോ അവസാന സാധനം, ഇതിന് അപ്പുറം ഒന്നുമില്ലല്ലോ എന്നെന്ത് ചെയ്യാണ്? മൂപ്പർ ഒപ്പീനിയനെ എല്ലാവരും പിന്നെ ഈ ഗോഡിന്റെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ കാര്യമാണ് ഇയാൾ ചെയ്യാം. ദൈവമല്ലോ, അതായത് ഭൗതിക പ്രപഞ്ചത്തിന് അപ്പുറത്തൊന്നും ഇല്ലല്ലോ, മെറ്റീരിയൽ വേൾഡിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല, പിന്നെ ദൈവം പിന്നെ എങ്ങനെ ഉണ്ടാവുക? മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇയാളുടെ എല്ലാ പൊസിഷൻസും ഇയാളുടെ ഡിഫോൾട്ട് ആക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരോടൊക്കെ എന്താ പറയുക ഇൻവാലിഡ് ക്വസ്റ്റ്യൻ. അപ്പം ഭയങ്കര രസമുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഏതായാലും രസകരമായ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും റിയാക്ട് ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.